ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീൻസും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ട് നമുക്ക് നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. സവാള ചെറുതായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി എന്നിവ ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് എന്നിവയും ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ വഴറ്റി പൊത്തി വെച്ച് അടച്ച് വേവിക്കാം. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവിയിൽ കിടന്ന് തന്നെ ഇത് നന്നായി വെന്ത് വരും. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ പൊത്തി വെച്ച് അടച്ച് വയ്ക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റും പൊട്ടറ്റയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ബീൻസ് വെന്തില്ല. ബീൻസ് കുറേ കൂടെ വേവാറുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും നന്നായി ഒന്ന് വഴറ്റി വീണ്ടും ഒരിക്കൽ കൂടെ പൊത്തി വെച്ച് അടച്ച് വേവിക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. ആവിയിലാണ് ഇത് നന്നായി വെന്ത് വന്നത്. ഇവിടെ ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ് മെഴുക്കുവരട്ടി തയ്യാറാണ്. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. താങ്ക് യു.